നമസ്കാരം, എൻ്റെ പേര് ആമി. എൻ്റെ അച്ഛൻ രചിച്ച ഒരു ചെറുകഥയാണ് ഞാനിന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ ഉണ്ണിമോൾ, കുറിഞ്ഞിപ്പൂച്ച, പിന്നെ ചിണ്ടനെല്ലി. ഭീകരവാദി ഉണ്ടേ. ചിണ്ടനെല്ലി രാവിലെ പുറത്തേക്കിറങ്ങിയപ്പോൾ താടിക്ക് കയ്യും വെച്ചുകൊണ്ടിരിക്കുന്ന കുറിഞ്ഞിപ്പൂച്ചയാണ് കാണുന്നത്. കുറിഞ്ഞിപ്പൂച്ച മംഗളശ്ശേരി തറവാട്ടിലെ ഉണ്ണിമോളുടെ അരുമയായ പൂച്ചക്കുഞ്ഞാണ്. ചിണ്ടൻ പെരിച്ചാഴി തറവാട്ടിലെ യുവാവും. പാരമ്പര്യമായി ശത്രുക്കളാണെങ്കിലും ഇരുവരും സുഹൃത്തുക്കളാണ്. തറവാടിന്റെ പിന്നിലോ മറ്റും ചിണ്ടനെല്ലി പോകുമ്പോൾ ഉണ്ണിമോൾ കുറിഞ്ഞിപ്പൂച്ചയെ താലോലിക്കുന്നതും പൊട്ടു തൊട്ടു കൊടുക്കുന്നതും മാലയിട്ട് കൊടുക്കുന്നതും ഒക്കെ കാണും. ഇതേപോലെ തന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ എന്നുള്ളൊരു വിഷമം ചിണ്ടനുണ്ടായിരുന്നു. എങ്കിലും പൂച്ചേന് ജീവന തുല്യം ഇഷ്ടമായിരുന്നു. കുറിഞ്ഞിപ്പൂച്ച വിഷമത്തിലാണെന്ന് കണ്ട ചിണ്ടനെല്ലി അവളുടെ അടുത്തേക്ക് പോയി തലയിൽ തലോടി. ആരാണെന്നറിയാതെ പേടിച്ച് മ്യാവ് മ്യാവ് എന്ന് നിലവിളിച്ചു. ചിണ്ടനാണെന്ന് കണ്ടപ്പോൾ ചിണ്ടനെ കെട്ടിപ്പിടിച്ച് അവൾ വേങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അവളെ അവളുടെ പുറത്ത് തട്ടി സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ ശബ്ദത്തിൽ കരഞ്ഞു. "നീ ഒന്ന് കരച്ചിൽ നിർത്തി പറ എൻ്റെ കുറിഞ്ഞി" എന്ന് ചിണ്ടൻ പറഞ്ഞു. കരച്ചിൽ കാരണമാണെങ്കിൽ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. അവസാനം കുറിഞ്ഞിപ്പൂച്ച കരച്ചിൽ നിർത്തി കാര്യം പറഞ്ഞു. "ഇന്ന് എൻ്റെ വീട്ടിൽ ഭീകരൻ വന്നിട്ടുണ്ട്. ചില സമയത്ത് ഭയങ്കരമായ ശബ്ദത്തിൽ അലറും. ആദ്യത്തെ അലർച്ച കേട്ടപ്പോൾ തന്നെ ജനലിലൂടെ ചാടി വന്നിരിക്കുന്ന ഇരിപ്പാണ്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ അവിടെ പോയി നോക്കിയതല്ലേ ഉള്ളൂ. അവിടെയെങ്ങും ഒരു ഭീകരനുമില്ല. നിനക്ക് തോന്നിയതായിരിക്കും" എന്ന് ചിണ്ടൻ. എന്തു പറഞ്ഞിട്ടും കുറിഞ്ഞിപ്പൂച്ച സമ്മതിക്കുന്നില്ല. "എന്നാൽ പിന്നെ നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ" എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അവസാനം കുറിഞ്ഞി സമ്മതിച്ചു. "നീ എൻ്റെ പുറകിൽ നിന്നാൽ മതി. ധൈര്യത്തിന് എൻ്റെ വാലിൽ പിടിച്ചോ." ധൈര്യം പറഞ്ഞെങ്കിലും ചിണ്ടനെനിക്ക് ഉൾഭയമുണ്ടായിരുന്നു. രണ്ടുപേരും പേടിച്ച് അടുക്കളയിലെത്തി. അവിടെ എങ്ങും ഒരു ഭീകരനുമില്ല. പെട്ടെന്ന് കുറിഞ്ഞിപ്പൂച്ച അടുക്കളയിലെ ഒരു ഭാഗത്തിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. "അതാണ് ആള്, ഇപ്പൊ പതുങ്ങിയിരിക്കുന്ന, ഇപ്പൊ നമ്മളെ പിടിച്ചു തിന്നും" എന്ന് പറഞ്ഞു ഓടാൻ തുടങ്ങി. ഭീകരജീവനെ കണ്ടതും ചിണ്ടനെല്ലി തലയും കുത്തി നിന്ന് ചിരിക്കാൻ തുടങ്ങി. കുറിഞ്ഞിപ്പൂച്ചയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നതുമില്ല. ചിണ്ടനെല്ലിക്കാണെങ്കിൽ ചിരി കാരണം ഒന്നും പറയാനും പറ്റുന്നില്ല. അവസാനം ചിണ്ടനെല്ലി ചിരി നിർത്തി കാര്യം പറഞ്ഞു. "ഇന്നലെ ഉണ്ണിമോളുടെ അച്ഛൻ പ്രഷർ കുക്കർ മേടിച്ചു കൊണ്ടുവന്നായിരുന്നു. വിറകിൻ്റെ അടുപ്പിൽ തീ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റൗവിൻ്റെ മേളിൽ നിന്ന് പ്രഷർ കുക്കർ മിസലടിച്ചത്. ഇത് കേട്ടാണ് കുറിഞ്ഞിപ്പൂച്ച പേടിച്ചത്. കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് സമാധാനമായി. അതുവഴി വന്ന ഉണ്ണിമോളുടെ അടുത്തേക്ക് കുറിഞ്ഞിപ്പൂച്ച ഓടിപ്പാഞ്ഞു. ചിണ്ടനാണെങ്കിൽ ഗുഹയിലേക്ക്.